നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ വിജയത്തിൽ നിർണായക സ്ഥാനം നൽകിയത് പ്രതിരോധ ഉപകരണങ്ങൾ തന്നെയായിരുന്നു. ഇവിടെ വിജയം കൊയ്തതോടെ ഇന്ത്യയുടെ സ്വന്തം ഉപകരണങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കും ആവശ്യക്കാരും വർദ്ധിച്ചു. ആ പട്ടികയിൽ സ്ഥാനം പിടിച്ച രാജ്യമാണ് ഫ്രാൻസ്. ഇന്ത്യയുടെ അഭിമാനകരമായ പിനാക റോക്കറ്റ് സംവിധാനത്തിൽ ഫ്രാൻസിന് താല്പര്യമുണ്ടെന്ന ഒരു ഉന്നത ഫ്രഞ്ച് സൈനിക ഉദ്യോഗസ്ഥനാണ് വ്യക്തമാക്കിയത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത പിനാക റോക്കറ്റ് സംവിധാനം സോളാർ ഇൻഡസ്ട്രീസ്, ലാർസൻ ആൻഡ് ടൂബ്രോ, ടാറ്റ ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് തുടങ്ങിയ ഇന്ത്യൻ കമ്പനികൾ ചേർന്നാണ് നിർമ്മിച്ചത്. അർമേനിയ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പിനാക ഇതിനോടകം കയറ്റുമതി ചെയ്തിട്ടുമുണ്ട്. പിനാക MBRL ആഗോളതലത്തിൽ തന്നെ വളരെയധികം പ്രാധാന്യം നേടിയ റോക്കറ്റ് സംവിധാനമാണ്. 75 കിലോമീറ്ററിനും അപ്പുറമുള്ള ലക്ഷ്യങ്ങൾ തകർക്കാനും പിനാകയുടെ കഴിവും അതിൻ്റെ ഒന്നിലധികം വകഭേദങ്ങളുമാണ് ഫ്രഞ്ച് സൈന്യത്തെ ആകർഷിക്കാൻ കാരണമായത്. ഇത്രയും ഉയർന്ന വ്യാപ്തിയും കൃത്യതയുമുള്ള റോക്കറ്റ് സംവിധാനം ചുരുക്കം ചില രാജ്യങ്ങളിലാണുള്ളത്. അതിലൊന്നാണ് ഇന്ത്യ എന്നാണ് ബ്രിഗേഡിയർ ജനറൽ റിച്ചൌ പറയുന്നത്. പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി യോഗങ്ങളുടെ ഭാഗമായി ഇന്ത്യ സന്ദർശിച്ച ബ്രിഗേഡിയർ ജനറൽ ന്യൂഡൽഹിയും പാരീസും തമ്മിലുള്ള ബന്ധം കേവലം ഒരു ബിസിനസ് പങ്കാളിത്തം മാത്രമല്ലെന്നും ഇത് ഒരുമിച്ച് ഒരു പൊതുഭാവി കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. CDS ജനറൽ അനിൽ ചൗഹാന്റെ ഫ്രാൻസ് സന്ദർശനത്തിനിടെ പിനാക റോക്കറ്റ് സംവിധാനം ചർച്ച ചെയ്തതിന് പിന്നാലെയാണിത്. 2014 മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള സർക്കാർ രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതി 3 ഇരട്ടിയാക്കി തദ്ദേശീയ പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. DRDO വികസിപ്പിച്ച പിനാക റോക്കറ്റ് സംവിധാനത്തിന് 75 കിലോമീറ്റർ താണ്ടുന്ന ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. ഒരു പിനാക MBRLന് 44 സെക്കൻഡിൽ 12 റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ കഴിയും. അയൽ രാജ്യമായ അസർബൈജാനെ പ്രതിരോധിക്കാനാണ് അർമേനിയ ഇന്ത്യയിൽ നിന്ന് പിനാക റോക്കറ്റുകൾ സ്വന്തമാക്കിയത്. മറ്റു രാജ്യങ്ങളും തങ്ങളുടെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിനാകയിൽ തന്നെ 2 വേരിയന്റുകളാണുള്ളത്. അതിലൊന്ന് മാർക്ക് 1, മറ്റൊന്ന് മാർക്ക് 2. ഇതിൽ മാർക്ക് 1 40 കിലോമീറ്റർ ദൂരേക്ക് കുതിക്കാൻ ശേഷിയുള്ളതാണ്. മാർക്ക് 2വിന് 75 കിലോമീറ്റർ ദൂരപരിധി. ഇതുകൂടാതെ 120 കിലോമീറ്ററും 300 കിലോമീറ്റർ ദൂരത്തേക്കുള്ള ഇതിന് ശേഷി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. ഇത് പരീക്ഷണഘട്ടത്തിലാണ്. കൂട്ടത്തോടെയുള്ള റോക്കറ്റ് ആക്രമണത്തിലൂടെ ശത്രുനിരയിൽ 44 സെക്കൻഡിനുള്ളിൽ 7 ടൺ സ്ഫോടക വസ്തു വർഷിപ്പിക്കാൻ പിനാകയ്ക്ക് സാധിക്കും. അതിർത്തിയിൽ ചൈന പാക് ഭീഷണികൾ നേരിടുന്നതിന് പിനാക സേനയ്ക്ക് കരുത്തേക്കുന്നതാണ്. ഹിന്ദു വിശ്വാസപ്രകാരം ദൈവമായ ശിവന്റെ കയ്യിൽ പിനാക എന്നൊരു വില്ലുണ്ട്. ഈ പേരാണ് ഈ ആയുധത്തിന് നൽകിയിരിക്കുന്നത്. റഷ്യൻ നിർമ്മിത മൾട്ടി ബാരൽ റോക്കറ്റ് വിക്ഷേപണ സംവിധാനങ്ങൾക്ക് ബദലായി 80കളുടെ അവസാനത്തിലാണ് ഈ ആയുധം വികസിപ്പിച്ചെടുക്കാൻ ശ്രമം തുടങ്ങിയത്. ചുരുക്കം വാക്കുകളിൽ പറഞ്ഞാൽ ഒരു മൾട്ടി ബാരൽ റോക്കറ്റ് സംവിധാനമാണ് പിനാക. അതേസമയം ഇന്ത്യൻ പ്രതിരോധ ഉപകരണങ്ങൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഫ്രാൻസ്. ഈ വർഷം ആദ്യം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യ സന്ദർശിക്കുകയും ഇന്ത്യൻ സായുധ സേനയ്ക്കായി ഹെലികോപ്റ്ററുകൾ, അന്തർവാഹിനികൾ തുടങ്ങിയ പ്രതിരോധ ഉപകരണങ്ങൾ സംയുക്തമായി നിർമ്മിക്കുന്നതിനുള്ള കരാറിന് അന്തിമ രൂപം നൽകുകയും ചെയ്തിരുന്നു.